നമസ്കാരം. കോവിഡ് കാലത്ത് തൊഴിൽ മേഖലയിൽ വ്യാപകമായി വീട്ടിലിരുന്ന് ജോലി അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം സമ്പ്രദായം ഇപ്പോഴും മിക്ക രാജ്യങ്ങളിലും തുടരുന്നുണ്ട്. സ്വകാര്യ മേഖലയിലെ കമ്പനികളുടെയും ജീവനക്കാരുടെയും സൗകര്യങ്ങൾക്കനുസരിച്ച് വർക്ക് ഫ്രം ഹോം അനുവദിക്കുന്നുണ്ട്. ദുബായും ഈ രീതി വ്യാപകമാക്കാനുള്ള നീക്കത്തിലാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദുബായ് പോലുള്ളൊരു മഹാനഗരത്തിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ വേണ്ടിയാണ്. സർക്കാർ ഓഫീസുകളിലും സ്വകാര്യ മേഖലയിലെ ഓഫീസുകളിലും വർക്ക് ഫ്രം ഹോം, അനുയോജ്യമായ വർക്ക് രീതികൾ എന്നിവ വ്യാപകമാക്കാൻ ദുബായ് ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ജീവനക്കാർക്ക് അനുയോജ്യമായ സമയത്ത് ഓഫീസിലെത്താനുള്ള അനുവാദം നൽകാനുള്ള നടപടികളും കമ്പനികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നാണ് വിവരം. ഇത് സംബന്ധിച്ച് 2 പഠനങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് തീരുമാനം. കൂടുതൽ കമ്പനികൾ ഇതുമായി സഹകരിക്കാനും തയ്യാറാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് സർവേകൾ നടന്നത്. നഗരത്തിലെ ഓഫീസുകളിൽ 20% ജീവനക്കാർ വീട്ടിലിരുന്ന് ജോലി ചെയ്താൽ പ്രധാന റോഡായ ഷെയ്ഖ് സായിദ് റോഡിൽ ഗതാഗത തിരക്ക് 9.8% കുറയുമെന്ന് പഠനങ്ങളിൽ കണ്ടെത്തിയിരുന്നു. അനുയോജ്യമായ സമയം അനുവദിച്ചാൽ ഇതേ റോഡിൽ വാഹനത്തിരക്ക് 5.7% കൂടി കുറയും. പൊതുമേഖലയിൽ 3,20,000 പേർ ജോലി ചെയ്യുന്ന 644 ഓഫീസുകളിലും സ്വകാര്യ മേഖലയിലെ 12,000 ജീവനക്കാർക്കിടയിലുമാണ് സർവേ നടന്നത്. 80% കമ്പനികളും വർക്ക് ഫ്രം ഹോം രീതി പിന്തുണയ്ക്കാമെന്ന് സർവേയിൽ അറിയിച്ചിട്ടുണ്ട്. ജീവനക്കാർ ട്രാഫിക് തിരക്കുകളിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്നത് ഒഴിവാക്കാനാണിത്. കാർപൂളിംഗും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്. നിലവിലുള്ള ജോലി സമയത്തിൽ 2 മണിക്കൂർ വ്യത്യാസം വരുത്താനാണ് നിർദ്ദേശം. മാത്രമല്ല, രാവിലെ നേരത്തെ ജോലി തുടങ്ങുന്നത് ജീവനക്കാരുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുമെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. ദുബായിലെ സർക്കാർ ഓഫീസുകളിലെ 87% ജീവനക്കാർ ഫ്ലെക്സിബിൾ ജോലി സമയത്തെ അനുകൂലിച്ചിട്ടുണ്ട്. ദുബായിൽ ഓഫീസ് സമയത്തിൽ കടുത്ത ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നതിനേക്കാൾ ജീവനക്കാർക്ക് താല്പര്യം യോജിച്ച സമയത്ത് ജോലിക്കെത്താനാണ്. 8 മണിക്കൂർ ജോലി കഴിഞ്ഞ് ഓഫീസിൽ നിന്നിറങ്ങുന്നത് അസമയത്താകുമെങ്കിലും ആവശ്യം വേണ്ട സമയങ്ങളിൽ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ കഴിയുന്നു എന്ന മേന്മയാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ഒപ്പം ഓഫീസിലേക്ക് പോകുമ്പോഴും തിരികെ വരുമ്പോഴും തിരക്കുള്ള സമയത്ത് വാഹനം ഓടിക്കുന്നതിലെ ടെൻഷൻ ഒഴിവാക്കാനും കഴിയും. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6:30 വരെയുള്ള സമയത്തിനിടയിലാണ് യോജിച്ച 8 മണിക്കൂർ ജോലി ചെയ്യേണ്ടത്. ദുബായിലെയും UAEയിലെയും ജനസംഖ്യ അടുത്തിടെ കാര്യമായ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. പ്രവാസികൾ വൻതോതിൽ എത്തുന്നതും ഇതിനൊരു പ്രധാന കാരണമാണ്. ജനസംഖ്യ വർദ്ധിച്ചതോടെ ട്രാഫിക്കും ഗണ്യമായി കൂടിയിട്ടുണ്ട്. 2 വർഷം മുമ്പുള്ള കണക്കുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഓഫീസിലെത്താനായി ജീവനക്കാർ ഇരട്ടിയിലധികം സമയം ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. ഇതവരുടെ തൊഴിൽ ജീവിത സന്തുലിതാവസ്ഥയും മാനസികാരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കും. ഇങ്ങനെ ഉണ്ടാകുന്നത് തങ്ങളുടെ ഉൽപാദനക്ഷമതയെയും ബാധിക്കുന്നു എന്ന് കണ്ടെത്തിയതിനാലാണ് സൗജന്യങ്ങൾ അനുവദിക്കാൻ കമ്പനികൾ തയ്യാറാകുന്നത്. കൂടുതൽ സമയം ഗതാഗതക്കുരുക്കിൽ അകപ്പെടുന്നത് മാനസിക പ്രശ്നങ്ങൾക്കും അതിലൂടെ രോഗങ്ങൾക്കും കാരണമാകുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. രാജ്യത്ത് റോഡ് സുരക്ഷ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയ ട്രാഫിക് നിയമങ്ങൾ കർശനമായി പാലിച്ചില്ലെങ്കിൽ ജയിലിൽ എത്തിക്കുമെന്ന മുന്നറിയിപ്പും UAE നേരത്തെ തന്നെ നൽകിയിരുന്നു. പുതിയ ട്രാഫിക് നിയമങ്ങൾ കർശനമായ ശിക്ഷകൾ ഉൾക്കൊള്ളുന്നവയാണ്. അതുകൊണ്ട് തന്നെ കമ്പനികളുടെ ഇത്തരത്തിലുള്ള തീരുമാനം പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ ആശ്വാസമാകും. UAE നിയമലംഘനങ്ങൾക്ക് കടുത്ത ശിക്ഷയാണ് എല്ലായിടങ്ങളിലും നൽകുന്നത്. ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രവാസികൾ ഉള്ള സ്ഥലമായതിനാൽ ഓരോ രാജ്യത്തു നിന്നും എത്തുന്നവരുടെ മനസ്ഥിതി അനുസരിച്ച് നിയമം പാലിക്കലും നിയമം ലംഘിക്കലും ഉണ്ടാകാറുണ്ട്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.